ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു എന്ന താബിഈ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലിസുബൈർ ബിനിൽ അവ്വാം വഅസ്മാ ബിൻത് അബീ ബക്കർ. അല്ലാഹുവേ, അബൂബക്കർ എന്നവരുടെ മകൾ അസ്മാ ബീവിക്കും സുബൈർ ബിനുൽ അവ്വാമിനും നീ പുറത്തു കൊടുക്കണമേ. ആര് ദുആ ചെയ്യും? ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. ഇവർ രണ്ടുപേര് ആരാന്നറിയോ? അവരുടെ മാതാവും പിതാവുമാണ്. സുബൈർ ബിനുൽ അവ്വാം സ്വഹാബിയാണ്. അസ്മാ ബിൻത് അബീ ബക്കർ സിദ്ദീഖ് തങ്ങളുടെ മോള് അസ്മാ ബീവി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരിയായ അസ്മാ ബീവി. രണ്ടുപേരുടെ ഉമ്മമാര് വേറെയാണ്. ആ മഹദിയായ അസ്മാ ബീവിക്കും എൻ്റെ ഉപ്പയായ സുബൈർ എന്നവരെ എൻ്റെ ഉമ്മയായ അസ്മാ ബീവിക്കും അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണമേ എന്ന് സുന്നത്ത് നിസ്കാരങ്ങളുടെ സുജൂദിൽ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുമായിരുന്നു. നമ്മൾ അങ്ങനെ ദ്വാരക്കാറുണ്ടോ? എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ. സുന്നത്ത് നിസ്കാരത്തിൽ നമുക്ക് അറബിയിൽ ദ്വാരക്കാം. അല്ലാഹുമ്മ ഗ്ഫിർ ലിവാലിദി വലിവാലിദതി, എൻ്റെ ഉപ്പാക്ക് എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണമേ. ദുആഇന് ഉത്തരമുണ്ടായിരുന്ന ഒരു താബിഈനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ ഹദീസിൽ കാണാൻ കഴിയും. നബി തങ്ങളുടെ കാലത്ത് ജീവിച്ചിരിപ്പുണ്ട്, എന്നാൽ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ അവസരമുണ്ടായില്ല. യമനിലായിരുന്നു. നബി തങ്ങളെ ഹബീബിന്റെ സദസ്സിൽ വന്ന് ഹബീബിന്റെ സുഹ്ബത്ത് കിട്ടിയവർക്കാണ് സ്വഹാബി എന്ന് പറയുന്നത്. മൻ സ്വഹിബ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനൻ വലൗ ലഹ്ളതൻ, ഒരു സെക്കൻഡെങ്കിലും ഹബീബിന്റെ കൂടെ മുഅ്മിനായി സദസ്സിലിരിക്കണം. കാണുന്ന നിർബന്ധമല്ല. കണ്ണു കാണാത്ത സ്വഹാബിമാരുണ്ട്, നബിയെ കാണാത്തവര്. പക്ഷെ ഹബീബിന്റെ സദസ്സിലിരിക്കണം. ആ സദസ്സിലിരിക്കാനുള്ള ഒരു സ്വഹാബി ആവാനുള്ള ഭാഗ്യം നഷ്ടപ്പെട്ടു പോയി. മറ്റൊന്നുകൊണ്ടുമല്ല, തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ പരിചരിച്ചതിന്റെ പേരിൽ. ഉമ്മയെ നോക്കിയിരുന്നവരാണ്. മുത്തുനബി തങ്ങൾ പറഞ്ഞു, സ്വഹാബികളെ, ഉവൈസ് ഇബ്നു ആമിർ നിങ്ങൾക്ക് വരാനിരിക്കുന്നു യമനിൽ നിന്ന്. മിൻ മുറാദിൻ മിൻ ഖർൻ, ഖർനിൽ നിന്ന്, മുറാദ് ഉപകബീലയിൽ നിന്ന്. ലഹു വാലിദത്തുൻ ഹുവ ബിഹാ ബർറുൻ, അദ്ദേഹത്തിന് ഒരു ഉമ്മയുണ്ട്. ആ ഉമ്മയെ നന്നായി സ്നേഹിച്ച് പരിപാലിച്ചു പോരുന്ന ആളാണ്. ആ ഉവൈസുൽ ഖർനിയെ നിങ്ങളെങ്ങാനും കണ്ടാൽ അദ്ദേഹത്തോട് ദുആ ഇറക്കാൻ പറയണമേ. ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു, അദ്ദേഹം എങ്ങാനും അല്ലാഹുവിൽ ആണയിട്ട് ഒരു വിഷയം പറഞ്ഞാൽ അല്ലാഹു നടത്തി കൊടുക്കുക തന്നെ ചെയ്യും. അല്ലാഹുവിൽ ആണയിട്ട് പറഞ്ഞാൽ അങ്ങനെയുണ്ട് ചില. ഇന്നലില്ലാഹി ഇബാദൻ ലൗ അറാദു അറാദല്ലാഹ് എന്ന് മഹാന്മാർ പറയുന്ന ചില ആളുകൾ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിലുണ്ട്. അല്ലാഹുവിൽ ആണയിട്ട് ചോദിച്ചാൽ അല്ലാഹു കൊടുത്തിരിക്കും. കാരണം എന്താണെന്നറിയോ? ഉമ്മാനെ നോക്കിയതിന്റെ പേരിൽ. സുബ്ഹാനല്ലാഹ്, ഉമ്മയെ നോക്കിയിരുന്ന ഒരു മഹാൻ. ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു, അല്ലാഹുവിനെ സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ അല്ലാഹു അത് സാധിപ്പിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. ഉമ്മയും ഉപ്പയും സ്വർഗത്തിന്റെ വാതിലുകളാണ്. അല്ലാഹു സജ്ജനങ്ങളായ മക്കളെ അല്ലാഹു നമുക്ക് നൽകട്ടെ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന മക്കളെ അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا ونحن له مسلمون. പ്രവാചകന്മാർക്ക് അല്ലാഹു നൽകിയ ഗുണങ്ങളിൽ ഏറ്റവും നല്ല ഗുണം മാതാപിതാക്കളെ പരിചരിക്കുന്ന മക്കളെ ലഭിച്ചതാണ്. ദുനിയാവിൽ പൈസ കിട്ടിയില്ല എന്ന് വരാം, ഒരു വീടുണ്ടായില്ല എന്ന് വരാം, വാഹനം ഉണ്ടായില്ല എന്ന് വരാം, ജോലി ഉണ്ടായില്ല എന്ന് വരാം. പക്ഷേ അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മീ, എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ, ദുആ ഇറക്കാൻ ഒരു മോനെയോ ഒരു മോളെയോ കിട്ടിയാൽ ഏറ്റവും വലിയ സമ്പാദ്യമല്ലേ അത്?
അല്ലാഹു നമ്മുടെ കൂട്ടത്തിൽ മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് റബ്ബേ നീ കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ തമ്പുരാനേ. ഏറ്റവും വലിയ നന്മ ഈ ലോകത്ത് മാതാപിതാക്കൾക്ക് വേണ്ടി നന്മ ചെയ്യലാണ്. എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയാൻ പോകുന്നു ഇൻഷാ അല്ലാഹ്. ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോ സ്വഹാബിമാര് പറഞ്ഞു, നബിയേ, നല്ല ആരോഗ്യമുള്ള ആള്, നല്ല മസിലുള്ള ആള്, പക്ഷെ എന്ത് കാര്യം, ആൾ യുദ്ധത്തിനൊന്നല്ല വരുന്നത്, ആരോഗ്യമുണ്ട്. ചെറുപ്പക്കാരെ കാണില്ല, ഒരു ജിമ്മിനൊക്കെ പോയിട്ട് നല്ല മസിലൊക്കെ വെച്ച് ഒരു ചെറിയ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഉഷാറായിട്ട് 6 പാക്ക് 8 പാക്ക് ഒക്കെ ഇട്ട് നടക്കുന്ന കാണാലോ. അപ്പൊ വെറുതെ ആർക്കെങ്കിലും കമന്റ് പറയാം, എന്താ പറയാ മസിലുണ്ടായിട്ട് എന്ത് കാര്യം എന്നൊരു കമന്റ് പറയുന്ന പോലെ സ്വഹാബിമാര് പറഞ്ഞു. അപ്പൊ നബി തങ്ങളുടെ മറുപടി വന്നു, ഇൻ കാന ഖറജ യസ്ആ അലാ വലദിഹി സിഗാറൻ ഫഹുവ ഫീ സബീലില്ലാഹ്. സ്വഹാബിമാരെ, ആരോഗ്യമുള്ള ആ മനുഷ്യൻ പിഞ്ചു പൈതങ്ങളായ കൊച്ചു മക്കൾക്ക് സംരക്ഷണം കൊടുക്കാൻ അന്നം തേടി ജോലി തേടി പോകുന്ന പോക്കാണെങ്കിൽ ആ മനുഷ്യൻ അല്ലാഹുവിന് വേണ്ടി ധർമ്മസമരം ചെയ്യുന്ന പോലെയാണ്. ആരോഗ്യമുള്ള ആളാണ്, ജോലിക്ക് പോവാൻ മതി, സ്വന്തം മക്കളെ പോറ്റാൻ വേണ്ടി പോവാൻ, അത് ജിഹാദിന് പോകുന്ന കൂലിയുണ്ട്. وإن كان خرج يسعى على أبويه شيخين كبيرين فهو في سبيل الله. പ്രായമായ വാർദ്ധക്യത്തിലേക്ക് എത്തി നിൽക്കുന്ന രണ്ടുപേർ, ഉമ്മയും ഉപ്പയും, ആ 2 സ്വർഗവാതിലുകൾ. ഉപ്പാക്ക് മരുന്നിന് വേണം, ഉമ്മാക്ക് ചികിത്സക്ക് വേണം. ഉപ്പയെ സംരക്ഷിക്കാനും ഉമ്മയെ സംരക്ഷിക്കാനും ജോലിക്ക് പോകുന്ന ആളാണ് അയാളെങ്കിൽ സ്വഹാബിമാരെ, അയാളുടെ ആരോഗ്യം ധർമ്മസമരത്തിനിറങ്ങിയ പോലെ തന്നെയല്ലോ, അത് ജിഹാദിന് പോകുന്ന പോലെ തന്നെയാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയുടെ മിമ്പറിൽ മുത്തുനബി തങ്ങൾ ചവിട്ടുപടി കയറിക്കൊണ്ടിരിക്കുമ്പോഴല്ലേ ദുആ ചെയ്തത്, ആമീൻ 3 പ്രാവശ്യം. അതിലൊരു ആമീനിന്റെ കാരണം നബി തങ്ങൾ പറഞ്ഞത്, ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് വന്നു പറഞ്ഞു, റഗിമ അൻഫുഹു സുമ്മ റഗിമ അൻഫു. നബിയേ, ഒരു മനുഷ്യൻ മൂക്കുകൊണ്ട് മണ്ണ് തൊടട്ടെ, ഒരു മനുഷ്യന്റെ മുഖം മണ്ണ് കപ്പട്ടെ, ഒരു മനുഷ്യന്റെ മുഖം മണ്ണിൽ ഉരസട്ടെ. ആർക്ക് എന്ന് ചോദിച്ചപ്പോൾ, മൻ അദ്റക അബവൈഹി ഇൻദൽ കിബർ അഹദഹുമാ ഔ കിലൈഹിമാ ثم لم يدخل الجنة. മാതാപിതാക്കളിൽ ഒരാളെയോ 2 ആളെയോ വാർദ്ധക്യ സമയത്ത് കിട്ടിയിട്ട് ഒരു മനുഷ്യൻ, ഒരു മോന്, ഒരു മോൾക്ക് സ്വർഗത്തിൽ പോവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് നാശമുണ്ടാവട്ടെ എന്നാണ് ദുആ ചെയ്യുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം. ഇങ്ങനെ ഉമ്മാക്കുപ്പാക്കും പ്രായമായപ്പോഴേ അവരെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി ആക്കുകയല്ല, ആ ഉമ്മയെ പൊന്നുപോലെ, ആ ഉപ്പയെ പൊന്നുപോലെ നോക്കുന്ന ഒരു മോനാണ്, ഒരു മോളാണ്, അവർക്ക് സ്വർഗമാണ്. അങ്ങനെ ഒരു വാർദ്ധക്യത്തിൽ ഒരു പിതാവിനെയോ ഒരു ഉമ്മയെയോ കിട്ടിയിട്ട് ഒരു മകനും മകൾക്കും സ്വർഗം കിട്ടിയില്ലെങ്കിൽ പിന്നെ അവരെ എന്തിനു കൊള്ളാം? അവരുടെ മുഖം മണ്ണ് തൊടട്ടെ, മണ്ണിൽ ഉരസട്ടെ എന്ന് പറഞ്ഞ അവർക്ക് നഷ്ടം പറ്റട്ടെ എന്ന് പറഞ്ഞപ്പോ ആര് ദുആയിരുന്ന ദുആയാണിത്? ജിബ്രീൽ അലൈഹിസ്സലാം. ആരാ ആമീൻ പറഞ്ഞെന്നറിയോ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഇത് വലിയൊരു ഉത്തരവാദിത്തമാണല്ലേ. ഇപ്പൊ പല സംശയങ്ങളും വരില്ല, ഇങ്ങനെ എൻ്റെ ഉമ്മയും വാപ്പയും എന്നോട് അങ്ങനെ പെരുമാറുന്നില്ലല്ലോ, അവരെന്നോട് നല്ല നിലക്കല്ലല്ലോ, പിന്നെ എങ്ങനെയാ? ഉമ്മമാരും ഉപ്പമാരും ഒന്ന് ശ്രദ്ധിക്കണേ, മക്കളോട് വിവേചനം കാണിച്ചുകൂടാന്നാണ്. നബിയോട് ഒരാൾ വന്ന് പറഞ്ഞു, നബിയെ, ഞാൻ മദീനയിലെ ഇന്നാലിന്ന സ്ഥലം ഇന്ന ഒരു മോനെ നഹൽതുഹു, ഞാൻ വെറുതെ കൊടുത്തിട്ടുണ്ട് നബിയെ. തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? 1-ലേറെ മക്കളുണ്ട്. എല്ലാവർക്കും കൊടുത്തോ? ഇല്ല, ഒരു മോനെ കൊടുത്തത്. കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം, നീതി പാലിക്കണം, നിങ്ങൾ നീതി പാലിക്കണം മക്കളോടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പരിശുദ്ധ ഖുർആനും ഉമ്മയുടെ മഹത്വം പഠിപ്പിച്ചു. നമുക്കൊക്കെ അതറിയാം. വാപ്പയെ ആര് പറഞ്ഞു? വിശുദ്ധ ഖുർആൻ മാതാപിതാക്കളെ നോക്കണമെന്ന് പറഞ്ഞിട്ട് ഉമ്മയുടെ കാര്യമാ പറഞ്ഞത്, വാപ്പയെ പറഞ്ഞിട്ടില്ല.
ഉമ്മയും വാപ്പയും നോക്കണം. പക്ഷെ വാപ്പയുടെ വിഷയം വിശദീകരിച്ചില്ല. മനുഷ്യനോട് നാം വസിയ്യത്ത് ചെയ്യുകയാണ്, അവനവന്റെ ഉമ്മയെ വാപ്പയെ ശരിക്കും പരിപാലിക്കണം എന്ന് പറഞ്ഞിട്ട് ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, ക്ഷീണത്തിനുമേൽ ക്ഷീണമായി, വിഷമങ്ങൾക്കുമേൽ വിഷമമായി, പരാധീനതകൾക്കുമേൽ പരാധീനതയായി അവനെ കൊണ്ട് ചുമന്നു നടന്നവളാണ് അവന്റെ ഉമ്മ. വഫിസാലുഹു ഫീ ആമൈൻ, 2 വർഷം അവനെ മുലയൂട്ടിയ ഉമ്മയാണത്. വാപ്പയെ പറ്റി പറഞ്ഞിട്ടില്ല. അനിഷ്കുർലി വലിവാലിദൈക, എനിക്ക് നന്ദി ചെയ്യണം, നിന്റെ ഉമ്മാക്കും ഉപ്പാക്കും നന്ദി ചെയ്യണം. പക്ഷെ വിശദീകരിച്ചത് ആരുടെ കാര്യമാണ്? ഉമ്മയുടെ കാര്യമാണ്. വാപ്പയുടെ കാര്യം എന്ത് വിശദീകരിക്കാഞ്ഞെന്നറിയോ? കുട്ടി കാണുന്നുണ്ട്, വാപ്പ ജോലിക്ക് പോയിട്ടുണ്ട്, വരുന്നുണ്ട്, വാപ്പ അധ്വാനിക്കുന്നുണ്ട്, കച്ചവടം ചെയ്യുന്നുണ്ട്, വാപ്പ കൊണ്ടുകൊടുക്കുന്നത് ഉമ്മ ഭക്ഷണം വെച്ച് തരികയല്ലാതെ ഉമ്മ എനിക്ക് വേണ്ടി എന്തു ചെയ്തു? ഉമ്മയുടെ കാര്യം ഇവൻ കണ്ടിട്ടില്ല. അവന് ഉമ്മ ഗർഭം ചുമന്നത് അത് അല്ലാഹു വിവരിച്ചു. മോനെ, നിന്നെ ഗർഭം ചുമന്ന ഉമ്മയാണത്. അതുകൊണ്ടാണ് ഉമ്മാന്റെ കാര്യം വിശദീകരിച്ചത്. വാപ്പാന്റെ അവൻ കാണുന്നുണ്ടല്ലോ. പക്ഷേ നബി തങ്ങൾ പറഞ്ഞു, അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വാതിലുകളിൽ ഏറ്റവും ഉയർന്ന വാതില് ഉപ്പയാണ്, പിതാവാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിഞ്ചു പ്രായത്തിൽ സംസാരിച്ച മോനാണ്. തൊട്ടിൽ കിടന്നപ്പോ ഇഅ്ജാസ് കാണിച്ച മഹാനാണ് മഹാനായ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. മഹാന്റെ വർത്തമാനം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തു മറിയം, വജഅലനി മുബാറകൻ ഐനമാ കുൻതു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ വബർറൻ ബിവാലിദതി വലം യജ്അൽനി ജബ്ബാറൻ ശഖിയാ. അല്ലാഹു എന്നെ ബറക്കത്തുള്ളവനാക്കിയിരിക്കുന്നു. ഐനമാ കുൻത്, ഞാൻ എവിടെയാണെങ്കിലും അല്ലാഹു എനിക്ക് ബറക്കത്ത് തന്നിട്ടുണ്ട്. എന്നോട് നിസ്കരിക്കാനും സകാത്ത് കൊടുക്കാനും ജീവിച്ചിരിക്കുന്ന കാലമത്രയും അല്ലാഹു നിർദ്ദേശിച്ചിട്ടുണ്ട്. വബർറൻ ബിവാലിദതി, എൻ്റെ ഉമ്മയോട് നന്നായി പെരുമാറണമെന്നും അല്ലാഹു എന്നോട് വസിയ്യത്ത് ചെയ്തു. എന്തേ വാപ്പയെ പറയാതിരുന്നത്? ഈസാ നബിക്ക് വാപ്പല്ലല്ലോ, ഉമ്മയല്ലേ ഉള്ളൂ. ഈസാ നബിക്ക് വാപ്പല്ലല്ലോ, ഉമ്മയിൽ നിന്നുണ്ടായതല്ലേ. അതുകൊണ്ട് വബർറൻ ബിവാലിദതി, എൻ്റെ ഉമ്മയോട് കരുണ ചെയ്യണമെന്നും വലം യജ്അൽനി ജബ്ബാറുൻ ശഖിയാ, വളരെ കടുത്ത മനസ്സോടെ പെരുമാറുന്ന അഹങ്കാരിയാക്കിയിട്ടില്ല അല്ലാഹു എന്നെ. ഇതൊരു സൗഭാഗ്യമാണ്. മനുഷ്യന് അഹങ്കാരം വന്നു പോകുന്നത് ഖുദ്ലാൻ പരാജയത്തിന്റെ അടയാളമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ടാണ് മുഹമ്മദ് ബിനുൽ മുൻകദിർ, സുഹാഹിന്റെ ഇമാമുമാർ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാനാണിത്. റാവിയാണ്, സിഖത്താണ്. മുഹമ്മദ് ബിൻ മുൻകദിർ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഉമ്മയുടെ കാല് വേദനിച്ചപ്പോ ഒരു രാത്രി മുഴുവനും ഉമ്മയുടെ കാല് മസാജ് ചെയ്തു കൊടുത്തിട്ടുണ്ട് മഹാനായ മുഹമ്മദ് ബിനുൽ മുൻകദിർ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ കച്ചവടത്തിലെ ഒരു സത്യസന്ധത കണ്ടപ്പോഴാണ് അറാബി പറഞ്ഞു പോയത്, വബിഹി നുംതറു ഫീ ബവാദീന, ഈ സത്യസന്ധനായ കച്ചവടക്കാരൻ ഉള്ളതുകൊണ്ടാ ഞങ്ങൾക്ക് നാട്ടിൻപുറങ്ങളിൽ അള്ളാഹു മഴ തരുന്നത് എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ വലിയാണ്, ആരിഫാൻ മുഹമ്മദ് ബിൻ മുൻകദിർ. താബിഈങ്ങളുടെ തൊട്ടുടനെയുള്ള ആ കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയ മഹാൻ. ഒരു രാത്രി മുഴുവൻ മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ തങ്ങള് ഉമ്മയുടെ കാല് വേദനിക്കുന്നു പറഞ്ഞപ്പോ കാല് മസാജ് ചെയ്തു കൊടുത്തു. ആ സമയം മഹാനവരുടെ ജ്യേഷ്ഠൻ നിസ്കാരവും സുജൂദുമായിട്ട് രാത്രി ഇബാദത്തിലാണ്. ഇവരാണെങ്കിലോ ഉമ്മയുടെ അങ്ങനെ ഉണ്ടാവുമല്ലോ, ജ്യേഷ്ഠൻ പള്ളിയിലെ ഇമാമാണ്, മകൻ ഉമ്മയെ ഹോസ്പിറ്റലിൽ നോക്കുകയാണ്, ജ്യേഷ്ഠൻ മുദരിസാണ്, അനുജൻ ഉമ്മയുടെ കൂടെ ആശുപത്രി കിടക്കയിലാണ് ഉമ്മയെ നോക്കുന്നത്. ഈ അനുജൻ ജ്യേഷ്ഠൻ ചെയ്യുന്ന ഇബാദത്തിനേക്കാളും വലിയ ഇബാദത്താണ് ഉമ്മയെ പരിപാലിക്കുന്നത്. മുഹമ്മദ് മുൻകദിർ തങ്ങൾ പറയുമായിരുന്നു,
എന്നോടെങ്ങാനും എൻ്റെ ജ്യേഷ്ഠൻ നിങ്ങൾ നിസ്കരിച്ചോളൂ, ഞാൻ ഉമ്മയുടെ കാല് മസാജ് ചെയ്ത് കൊടുക്കാം, ഉമ്മയുടെ കാല് ഞെക്കിക്കൊടുക്കാം, ഉമ്മയുടെ കാലിന്റെ വേദന മാറുന്നവരെ ഒന്ന് തടവിക്കൊടുക്കാം, ഞാൻ ചെയ്തോളാം, നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞാൽ പോലും ഞാനത് പകരം കൊടുക്കാൻ ഒരുക്കമല്ല. ഉമ്മയുടെ കാലിന് വേദനയുള്ളതിന്റെ പേരിൽ ഉമ്മയുടെ കാല് തടവി കൊടുക്കുന്നതിനേക്കാളും പുണ്യമുള്ളതല്ല ആ രാത്രി നേരത്തെ നിസ്കാരമെന്ന് ഹദീസ് പണ്ഡിതനായ മുഹമ്മദ് ബിൻ മുൻകദിർ തങ്ങള്. അപ്പൊ ഉമ്മക്ക് ഖിദ്മത്തെടുക്കലാ കൂലി, വാപ്പയെ ഖിദ്മത്തെടുക്കലാണ് കൂലി ആ നിസ്കാരത്തെക്കാളും. സൈനുൽ ആബിദീൻ സയ്യിദാണ്, സാദാത്തു താബിഈൻ, താബിഈങ്ങളിലെ മഹാന്മാരിൽപ്പെട്ട മഹാനായ സൈനുൽ ആബിദീൻ തങ്ങള് ഉമ്മയോട് ഒരുപാട് ബഹുമാനമുള്ള ഒരു മഹാനായിരുന്നു. ഉമ്മയെ വല്ലാത്ത സ്നേഹമാണ്. ആളുകൾ പറഞ്ഞു, സൈനുൽ ആബിദീൻ തങ്ങളെ, നിങ്ങൾ ഉമ്മയോട് വല്ലാത്ത സ്നേഹമുള്ള ആളാണല്ലോ, നിങ്ങളും ഉമ്മയും എന്താ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്തത് എന്ന് ചോദിച്ചു. ഈ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞൊരു സുന്നത്തുണ്ടല്ലോ, നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അത് ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇടയിൽ നബി തങ്ങളുടെ ആ സുന്നത്ത് ഹയാത്താക്കിയ മഹാനായ അത്തിപ്പറ്റ ഉസ്താദാണ് ഞാൻ കണ്ടെടുത്തോളം. ഒരുപാട് കൈകളിട്ട് തിന്നുന്ന ഭക്ഷണമാണ് ഏറ്റവും ബറക്കത്തുള്ളതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പാത്രത്തിൽ നിന്ന് കഞ്ഞി കുടിക്കുക, ഒരു പാത്രത്തിൽ നിന്ന് ചോറ് കഴിക്കുക, ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, എല്ലാവരും വട്ടത്തിലിരുന്ന് കഴിക്കുക. ഇരിക്കട്ടെ, മഹാനായ സൈനുൽ ആബിദീൻ തങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഉമ്മയോട് വലിയ ഇഷ്ടമല്ലേ, എന്നിട്ട് എന്താ നിങ്ങളും ഉമ്മയും ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കാത്തത് എന്നാ ചോദ്യം. ഒരു പാത്രത്തിനല്ലേ കഴിക്കേണ്ടത്, നിങ്ങൾ എന്താ അങ്ങനെ കഴിക്കാത്തത്? അതിന് മഹാനായ സൈനുൽ ആബിദീൻ തങ്ങൾ കൊടുത്ത മറുപടിയുണ്ട്. അഖാഫു അൻ തസ്ബിഖ യദി ഇലാ മാ സബഖത ഇലൈഹി ഐനുഹാ. ഞാനും ഉമ്മയും ഒരു തളികയിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോ എൻ്റെ ഉമ്മയുടെ കണ്ണെത്തി നിൽക്കുന്ന ഒരു ഭക്ഷണത്തിന്റെ ഒരു ഭാഗത്തേക്ക് ഞാൻ എൻ്റെ കൈ നീട്ടുമോ എന്ന് ഞാൻ പേടിച്ചതുകൊണ്ടാണ്. ഭക്ഷണത്തിൽ നിന്ന് ഉമ്മ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഭക്ഷണത്തിന്റെ ഭാഗം അറിയാതെ ഞാനെങ്ങാനും എടുത്തു പോകുമോ എന്ന പേടികൊണ്ട് ഉമ്മയുടെ കൂടെ ഒരു പാത്രത്തിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. അല്ലായിരുന്നെങ്കിൽ ഉമ്മയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ഉമ്മയുടെ കണ്ണെങ്ങാനും ഭക്ഷണത്തിൽ ഏതെങ്കിലും ഒരു അംശത്തിലേക്ക് കണ്ണ് തട്ടുകയും ഉമ്മാക്കത് വേണമെന്ന് ആഗ്രഹമുണ്ടായിട്ട് ഉമ്മത് പറയാതിരിക്കുകയും ചെയ്ത് ഞാൻ അറിയാതെ എടുത്തുപോയാലോ, അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് എന്ന് മഹാനായ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹു 2 അടിമകളെ മോചനം ചെയ്യാൻ ഒരു കാരണമുണ്ടായിട്ടുണ്ട്. 2 അടിമകളെ അള്ളാഹുവിന് വേണ്ടി ദാനം ചെയ്തു. അടിമകൾ എന്ന് പറഞ്ഞ് നല്ല വിലയുള്ളവരാണ്. അടിമകൾക്ക് അടിമമോചനം, അവർക്ക് ഹുർരിയ, സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഒരുപാട് കാശ് കൊടുക്കേണ്ടി വരും. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി 40ഓളം ഈത്തപ്പനകൾ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് മുതലാളിക്ക്. നല്ല വിലപിടിപ്പുള്ള അടിമകളുണ്ട്. 2 അടിമകളെ മോചനം ചെയ്യാൻ കാരണം എന്താണെന്നറിയോ? ഉമ്മ വിളിച്ചു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹുവിനെ. അബ്ദുല്ലാഹ് എന്ന് വിളിച്ചപ്പോ എന്തേ ഉമ്മ എന്ന് മറുപടി പറഞ്ഞത് ഇച്ചിരി ശബ്ദം കൂടിപ്പോയി. റബ്ബേ, എൻ്റെ ഉമ്മയോട് ഞാൻ പറഞ്ഞപ്പോ ശബ്ദം കൂടിപ്പോയല്ലോ. ആ ഒരു തെറ്റിന് അല്ലാഹുവേ നീ എനിക്ക് മാപ്പ് തരണമെങ്കിൽ ഞാനിതാ 2 അടിമകളെ നിനക്ക് വേണ്ടി ഇത്ഖ് ചെല്ലുകയാണ്. അങ്ങനെ 2 അടിമകളെ മോചനം ചെയ്തു. ഒരു തവണ ഒച്ച വെച്ച് സംസാരിച്ചതിന്റെ പേര് നമ്മളെ സ്കൂൾ കുട്ടികളും +2 പോകുന്ന കുട്ടികളും ഡിഗ്രിക്ക് പോകുന്ന ഉമ്മ ബാഗ് എവിടെ, ഉമ്മ ഷർട്ട് എവിടെ, ഉമ്മ ടൈ എവിടെ, ഉമ്മ ഷൂ എവിടെ, ഉമ്മാന്റെ പെണ്ണെവിടെ? എന്താ ഉമ്മ വേലക്കാരിയാണോ വീട്ടിലെ? മുതിർന്ന മക്കളെ, അവർക്ക് അവരുടെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ അറിയും, അത് ഇസ്തിരി ഇട്ട് വെക്കാൻ അറിയാം, അവരുടെ പുസ്തകങ്ങൾ മാറ്റിവെക്കാൻ അറിയാം. 4-5 മക്കളെ വളർത്തുന്ന ഒരു ഉമ്മയോട് ഈ മുതിർന്ന മക്കളും ചോദിക്കുക, അടിമകളോട് ചോദിക്കുന്ന പോലെ. അന്ത്യനാളിന്റെ അടയാളങ്ങളായി നബി തങ്ങൾ പറഞ്ഞത് അൻതലിദൽ അമതു റബ്ബതഹ, ഒരു അടിമ സ്ത്രീ തന്റെ ഉടമസ്ഥയെ പ്രസവിക്കലാണ്. 27ഓളം
30ഓളം മഅനകൾ മഹാന്മാർ അതിന് കൊടുത്ത കൂട്ടത്തിൽ അടിമകളോട് പെരുമാറുന്ന പോലെ നമ്മുടെ മക്കൾ, പ്രത്യേകിച്ച് പെൺമക്കൾ, ഉമ്മമാരോട് അടിമകളോട് പറയുന്ന പോലെ പറയുന്ന കാലം അന്ത്യനാളിന്റെ അടയാളമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.